രാമഞ്ചാടി അലിഗഡ് കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് ലൈനിലെ തകരാറ് മൂലം വെള്ളം കുത്തിയൊലിച്ചതിനെ തുടർന്ന് റോഡ് തകർന്ന ആനമങ്ങാട് പുന്നോക്കോട് ഭാഗത്ത് പ്രവർത്തികൾ ആരംഭിച്ചു. പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി ജലവിതരണം പുനരാരംഭിക്കുമെന്നും റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്നും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പറഞ്ഞു. രാമഞ്ചാടി അലിഗഡ് ശുദ്ധജല വിതരണ പദ്ധതിയുടെ ചേലാമലയിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നും പെരിന്തൽമണ്ണയിലെ ജലസംഭരണിയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഗ്രാവിറ്റി ലൈനിലെ പ്രധാന പൈപ്പ് ലൈനിലാണ് തകരാർ സംഭവിച്ചത്. ആനമങ്ങാട് പുന്നക്കോട് ക്ഷേത്രത്തിന് സമീപത്തെ പാലത്തോട് ചേർന്ന ഭാഗത്ത് പൈപ്പിലെ ജോയിന്റ് വേർപെട്ടതിനെ തുടർന്നുണ്ടായ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ റോഡിന്റെ ഒരു ഭാഗം തകർന്നു. റോഡിൽ വലിയ ഗർത്തമാണ് രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. 450 mm വ്യാസത്തിലുള്ള DI പൈപ്പിന്റെ ജോയിന്റിലാണ് വേർപെട്ടിരിക്കുന്നത്. നജീബ് കാന്തപുരം MLAയും ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും ജല അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും വൈകിട്ട് തന്നെ സ്ഥലം സന്ദർശിച്ചിരുന്നു. തകരാർ സംഭവിച്ച് പൈപ്പ് ലൈനിന്റെ വേർപെട്ട ഭാഗം ബന്ധിപ്പിക്കുന്നതിനുള്ള പ്രവൃത്തികൾ വെള്ളിയാഴ്ച രാവിലെ തന്നെ ആരംഭിച്ചു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ മേക്കോട്ടിൽ, വൈസ് പ്രസിഡന്റ് TP മോഹൻദാസ്, സ്ഥിരം സമിതി അധ്യക്ഷ MV സിനി, ഗ്രാമപഞ്ചായത്ത് അംഗം യൂസഫ് കോക്കാടൻ എന്നിവരെത്തി പ്രവൃത്തികൾ വിലയിരുത്തി. ജനങ്ങൾക്കുണ്ടായ ദുരിതം പരിഹരിക്കുന്നതിന് പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ മേക്കോട്ടിൽ പറഞ്ഞു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥലത്തിലൂടെയാണ് ഇത് പോണത്. നമ്മുടെ അലിഗഡ് ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള പദ്ധതിയാണ്. അത് മുനിസിപ്പാലിറ്റിയുടെയാണ്, പക്ഷെ എന്നാലും പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് കൂടിയാണ് പോണത്. അതുകൊണ്ട് ഉദ്യോഗസ്ഥരെല്ലാവരും വന്ന് നോക്കിയിരുന്നു. MLA വന്നിരുന്നു, മറ്റുള്ള ഇതിൻ്റെ എഞ്ചിനീയർമാരും എല്ലാം വന്ന് അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ളൊരു ഇതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. രാമഞ്ചാടി അലിഗഡ് കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ചേലാമലയിലെ ടാങ്കിൽ നിന്നും പെരിന്തൽമണ്ണ PTM ഗവൺമെന്റ് കോളേജിന് സമീപത്തെ ജലസംഭരണിയിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പ് ലൈനിന്റെ മധ്യഭാഗത്താണ് തകരാർ ഉണ്ടായിരിക്കുന്നത്. ആഴത്തിൽ മണ്ണ് നീക്കം ചെയ്തു വേണം വേർപെട്ട പൈപ്പുകൾ ബന്ധിപ്പിക്കാൻ. പ്രൊജക്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഫ്സൽ, പ്രൊജക്ട് അസിസ്റ്റന്റ് ജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലേക്ക് സപ്ലൈ ചെയ്യുന്ന മെയിൻ ഗ്രാവിറ്റി മെയിനിലാണ് ഇന്നലെ ഇവിടെ ഒരു പെട്ടെന്നുള്ളൊരു ബ്രോക്കൺ വന്നത്. അത് ഇന്നലെ വൈകുന്നേരം 3 മണിക്ക് റോഡിൽ വളരെ സീരിയസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വന്നു. അപ്പോൾ തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തു. വർക്ക് ഇങ്ങനെ സ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ PWD ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്നു. അവർ നല്ല രീതിയിൽ അവരോട് സഹകരിച്ചിട്ട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ഓഫർ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. വെള്ളത്തിന്റെ ശക്തമായ കുത്തൊഴുക്കിൽ റോഡിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയിട്ടുണ്ട്. ഇതിനാൽ ഇവിടെ ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നവീകരിച്ച ആനമങ്ങാട് മണലയ മുതുകുർശി റോഡാണ് തകർന്നത്. പൈപ്പ് സ്ഥാപിച്ച ശേഷം റോഡ് ഗതാഗത യോഗ്യമാക്കും. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.